ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ഈ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പറയുന്നത്. ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ ദീർഘമായ ഒരു ഫോൺ സംഭാഷണം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇറാൻ്റെ നേതൃത്വവുമായി US ഭരണകൂടം സംസാരിക്കുന്നത്. അതിൽ മധ്യസ്ഥത വഹിച്ചത് സ്റ്റീവ് വിറ്റ്കോഫ് തന്നെയാണ്. ഖത്തർ സ്വാഭാവികമായും ഇത്തരമൊരു നീക്കത്തിന് ഇറാനെ ഈ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു. US-ൻ്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇവർ 3 പേരും ഈ ദൗത്യത്തിന് മുൻകൈയെടുക്കുന്നു. അങ്ങനെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ട്രംപും ഇറാനെ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു ഡീലിൽ എത്തിയത് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ട്രംപ് നെതന്യാഹുവിനോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാകും. നെതന്യാഹു അതിനെ സമ്മതിച്ചിട്ടുമുണ്ടാകും. ഇനി ഏതെങ്കിലും അർത്ഥത്തിൽ ട്രംപിൻ്റെ മുകളിൽ നെതന്യാഹു പോകാനുള്ളൊരു സാധ്യത, ട്രംപിനെയും മറികടന്നുകൊണ്ട് ഒരു ആക്രമണത്തിലേക്ക് നെതന്യാഹു പോവുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇപ്പോൾ ഈ 12 ദിവസം നടന്ന കാര്യങ്ങൾ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ രസകരമായ കൗതുകകരമായ ഒരുപാട് കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. ട്രംപിനെയും US-നെയും ഒന്നാകെ ഈ യുദ്ധത്തിലേക്ക് ഇറക്കാൻ നെതന്യാഹു പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ട്രംപ് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആകെ ഉണ്ടായത് ഫോർദോ ആണവ നിലയത്തിൽ B-2 ബോംബറുകൾ ഉപയോഗിച്ച് ബങ്കർ ബസ്റ്റർ പ്രയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ പ്രയോഗം പോലും നേരത്തെ ഇറാനെ മുൻകൂട്ടി അറിയിച്ചിട്ടാണ് നടന്നത് എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വരികയുണ്ടായി. വലിയ നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെയുള്ള സമ്പുഷ്ടീകരണം നടത്തിയ യുറേനിയം അതിനു മുമ്പ് തന്നെ അവിടെ നിന്ന് മാറ്റിയതിൻ്റെ ദൃശ്യങ്ങളടക്കം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറാനുമായി വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നില്ല എന്ന എല്ലാ സൂചനയും നൽകിയിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ പിൻവാതിൽ ചർച്ചകൾ ഏറെ നടന്നിരുന്നു. ഡിപ്ലോമസി അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ കടന്നുപോയ ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിനുശേഷം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു ആക്രമണം നടന്നു എന്ന പ്രതീതി ഉണ്ടാകുമ്പോൾ അതിന് തിരിച്ചടി നൽകുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമായിരുന്നു. അതിന് അത്തരം ഒരു കാര്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ ഉണ്ടായ ഒരു ഏകപക്ഷീയമായ ആക്രമണം, ഒരു രാജ്യത്തിന്റെ സോവനിറ്റിക്ക് നേരെ ഉണ്ടായ ആക്രമണം, അതിനൊരു പ്രത്യാക്രമണം നടത്തി US-ന് അതേ രീതിയിലുള്ള മറുപടി കൊടുത്തു എന്നവർക്ക് ആശ്വസിക്കാം. സ്വാഭാവികമായിട്ടും ഇറാന്റെ ഒരു ആത്മാഭിമാനത്തിനേറ്റ തിരിച്ചടിക്ക് അവർ പകരം വീട്ടിയിരിക്കുന്നു. അവിടെ ഒരു യുദ്ധവിരാമത്തിന്റെ അല്ലെങ്കിൽ സംഘർഷ വിരാമത്തിന്റെ സാധ്യതകൾ കാണുന്നു. പക്ഷേ ഇസ്രായേൽ ആകട്ടെ ഇപ്പോഴും ഇന്ന് രാവിലെ പോലും തെഹ്റാനിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന സമാധാന നിർദ്ദേശത്തിലേക്ക് വളരെ പെട്ടെന്ന് വരാനുള്ള സാധ്യത എത്ര കണ്ടുണ്ട്? ഇസ്രായേലിന് മുൻപിൽ ഇനി വേറെ വഴികളില്ല എന്നുള്ള സ്ഥിതി കൂടിയുണ്ട് ജിൽസി. കാരണം ഡൊണാൾഡ് ട്രംപിനെ ആ രൂപത്തിൽ കളത്തിലേക്ക് ഇറക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഇസ്രായേലിന് എപ്പോഴും യുദ്ധങ്ങൾ ജയിക്കാൻ സാധിക്കുന്നത് അമേരിക്കയുടെ കൂടി പിന്തുണയുണ്ടാകുമ്പോഴാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ആയുധത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. അവിടെ ഓരോ ദിവസവും ഇറാന്റെ മിസൈലുകൾ പ്രതിരോധിക്കാൻ മാത്രം 250 മില്യണിലധികം പണം US ഡോളർ ചെലവാണ്. അത് അയൺ ഡോം ആയിരുന്നാലും അതേപോലെ തന്നെ ഇനി അമേരിക്ക നൽകുന്ന ധാടടക്കമുള്ള സംവിധാനങ്ങളായിരുന്നാലും ആരോ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളായിരുന്നാലും ഇതിനെല്ലാം തന്നെ വലിയ ഡോളർ കണക്കിന് പണം ആവശ്യമാണ്. പണം മാത്രം പോരാ, ഈ ആയുധങ്ങൾ പുറത്തുനിന്ന് എത്തുകയും വേണം. അതോടൊപ്പം തന്നെ ഇറാന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളായിരുന്നാലും ബോംബുകളായിരുന്നാലും അതെല്ലാം അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ആ വലിയ ആയുധ കയറ്റുമതി അമേരിക്കയിൽ നിന്ന് എത്തണം. ഒപ്പം തന്നെ ഈ നയതന്ത്ര തലത്തിലുള്ള ഒരു പിന്തുണയും ആവശ്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം അബ്ബാസ് അറാക്ചി, ഇറാന്റെ വിദേശകാര്യമന്ത്രി, റഷ്യയുമായി നേരിട്ട് സംസാരിച്ചിരുന്നു, പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പുടിൻ്റെ ഭാഗത്തു നിന്നും ട്രംപിനുമേൽ സമ്മർദ്ദങ്ങളുണ്ട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ മേഖലയിലേക്ക് അമേരിക്ക വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ചൈനയും റഷ്യയും ഈ ഇറാനിൽ ഇറങ്ങിക്കളിക്കാനുള്ള സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലാകെ മറ്റൊരു തരത്തിലുള്ള ഒരു ശാക്തിക ചേരി രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്കക്ക് വലിയ ക്ഷീണമില്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. GCC രാഷ്ട്രങ്ങൾക്ക് അതേപോലെ തന്നെ ഈ മേഖലയിലുള്ള മറ്റു രാജ്യങ്ങൾക്ക് അവരൊന്നും തന്നെ അമേരിക്കയുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടതില്ല എന്ന കാര്യങ്ങൾ വരുന്നു. കാരണം ഒരു കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു ആക്രമണം ഇറാനിൽ നടത്തുകയോ US ബേസുകൾ ഉപയോഗപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. നമുക്കറിയാം ഇന്നലെ തന്നെ എന്തുകൊണ്ട് ദോഹയിലെ അൽ ഉദൈദ് എന്ന ചോദ്യത്തിന് ഉത്തരം ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പാണ്
അമേരിക്കയുടെ എന്നുള്ളതാണ്. പക്ഷേ അവിടെ നിന്ന് ഒരു ആക്രമണം നടത്താനുള്ള ഒരു സാഹചര്യം ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഇറാൻ്റെ ടോണ് തന്നെ മാറും. ഇപ്പം എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഖത്തറിനെ വളരെയേറെ പ്രശംസിച്ചും അതേപോലെ തന്നെ സുഹൃത്ത് രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അവരെ അറിയിച്ചുകൊണ്ടുമാണ് അൽ-ഉദൈദ് ആക്രമണം നടത്തിയത്. അങ്ങനെ ആ തരത്തിലായിരിക്കില്ല ഈ US ക്യാമ്പുകൾ, ഈ നിലവിലുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള US ക്യാമ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഇറാനെ ആക്രമിക്കുന്നതെങ്കിൽ ആ ടോണ് മാറും. അതേപോലെ തന്നെ സ്ഥിതിഗതികൾ ആകെ മാറും. അതിന് അമേരിക്കയും തയ്യാറായിട്ടില്ല. അത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. ഗൾഫ് ബേസുകൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഖത്തർ ഇറാഖ് അധിനിവേശ കാലത്തും അഫ്ഗാനിസ്ഥാൻ അധിനിവേശ കാലത്തുമെല്ലാം ചെയ്തതുപോലെ ഗൾഫിലെ ബേസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിന് അമേരിക്കയും തുനിഞ്ഞിട്ടില്ല. അമേരിക്ക അത്തരമൊരു വലിയ ആക്രമണത്തിലേക്ക് പോയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അമേരിക്കയുടെ സമ്പൂർണ്ണമായൊരു പിന്തുണ ഈ വിഷയത്തിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് കിട്ടാത്ത സാഹചര്യത്തിൽ നെതന്യാഹുവിനും ഈ അധികകാലം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക വളരെ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു വഴങ്ങിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാതെയാണ് ഈ പിന്മാറ്റം എന്നുള്ളത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ വലിയൊരു തിരിച്ചടിയാണ്. ഈ യുദ്ധം തന്നെ തുടങ്ങിയത് വലിയൊരു തിരിച്ചടിയുടെ ഘട്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് അവിടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ എല്ലാവരും ചേർന്നുകൊണ്ട് നെതന്യാഹുവിനെതിരെ ഒരു വലിയ നീക്കം നടക്കുകയായിരുന്നു. പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഇലക്ഷനിലേക്കാണ് രാജ്യം പോകേണ്ടത്. ഈ ഏകപക്ഷീയമായ നെതന്യാഹുവിൻ്റെ ഭരണകാലം അവസാനിക്കണം എന്ന് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇറാനെതിരെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു അറ്റാക്ക് നെതന്യാഹു നടത്തുന്നത്. അതോടുകൂടി പ്രതിപക്ഷത്തിന് വരെ ആ മൂവ്മെന്റിൽ നിന്ന് പിറകോട്ട് പോകേണ്ടി വന്നു. നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധി താൽക്കാലികമായി അവസാനിച്ചു. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നെതന്യാഹുവിന് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് പറ്റിയൊരു സാഹചര്യം പൂർണ്ണമായും ഒരുങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിൽ നിന്ന് വരുന്നത്.